ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2's കോംപ്ലിമെന്റ് ഓഫ് ദ ബൈനറി നമ്പർ 000101110. ഇതിന്റെ 2's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ബൈനറി നമ്പർ ഒന്ന് എഴുതാം. 000101110. ആദ്യം നമ്മൾ ഇതിനെ വൺസ് കോംപ്ലിമെന്റ് ആക്കണം. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സീറോയുടെ സ്ഥാനത്ത് വണ്ണും വണ്ണിന്റെ സ്ഥാനത്ത് സീറോയും കൊടുക്കുക. ദെൻ നമ്പർ ബിക്കം 111010001. എന്നിട്ട് അതിന്റെ കൂടെ ഒരു വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെന്റ് കിട്ടും. 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. 1 + 0 എന്ന് പറയുന്നത് 1. 0 1 0 1 1 1. ഇതാണ് നമ്മുടെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ലോജിക് ഗേറ്റ്സ് വിച്ച് കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഇൻവെർട്ടർ. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 1 ഇൻപുട്ട് കൊടുത്താൽ 0 കിട്ടണം, 0 ഇൻപുട്ട് കൊടുത്താൽ 1 കിട്ടണം. അതാണ് ഇൻവെർട്ടറിന്റെ ഫംഗ്ഷൻ. അങ്ങനെ ഒരു ഗേറ്റ് ഏതാണ്? നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ നോട്ട് ഗേറ്റ് കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കനോട്ട് ബി യൂസ്ഡ് എന്നാണ്. പിന്നെ നാൻ ഗേറ്റും നോർ ഗേറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാൻ ഗേറ്റും നോർ ഗേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഈ ഗേറ്റ്സ് വെച്ചിട്ട് ഏത് ഗേറ്റ്സും ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ നാൻ ഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നാൻ ഗേറ്റ് ആണെങ്കിൽ ഇതിന്റെ ഇൻപുട്സ് രണ്ടും കൂടെ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു നോട്ട് ഗേറ്റ്. അതേപോലെ തന്നെ ഒരു നോർ ഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നോർ ഗേറ്റിന്റെ കേസിൽ ഇൻപുട്സ് രണ്ടും കൂടെ ഇൻവേർട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നമുക്ക് എന്ത്? നോട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ നോർ ഗേറ്റിനെയും നാൻ ഗേറ്റിനെയും നമുക്കൊരു ഇൻവേർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബൈ ഷോർട്ടിങ് ദ ഇൻപുട്ട് ലൈൻസ്. അപ്പോൾ പറ്റാത്തത് ഏതെന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആൻഡ് ആണ്. ആൻഡിനെ ഡയറക്ട്ലി നമുക്ക് ഒരു ഇൻവേർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് A × B + C = AB + AC ആണ്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ്. ഇത് ബൂളിയൻ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലോസ് ആണ്. ഇതിൽ ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. A = A + A എന്ന് പറയുന്ന ലോയുടെ പേരാണ് ഐഡം പൊട്ടന്റ് ലോ. ഐഡം പൊട്ടന്റ് ലോ. ഈ റൂൾസ് മാത്രമല്ല, ഇതിന്റെ പേരുകൾ, റൂളിന്റെ പേരെന്താന്നുകൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. കാരണം ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതേപോലെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നതാണ് A + B = B + A. അവിടെ തന്നെ വരും A × B = B × A. ഇത് ആൻഡിന്റെ കേസിലാണ് A × B വരിക. ഇത് ഓർ കേസിലാണ് A + B വരിക. ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷൻ A + B + C = A + B + C. ഇത് വരുന്നത് അസോസിയേറ്റീവ് ലോയിലാണ്. അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. A × B × C = A × B × C. അതായത് ഈ ബ്രാക്കറ്റ്സ് ഇങ്ങോട്ട് കൊടുത്താലും അങ്ങോട്ട് കൊടുത്താലും എന്ത് വരില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ഇത് നമ്മൾ പറയുന്നത് ആൻഡിന്റെ കേസിലും ഇത് ഓറിന്റെ കേസിലും. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ ആണ്. അതേപോലെ തന്നെ ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതാണ് ഓറിന്റെ കേസിൽ ഇങ്ങനെയും ആൻഡിന്റെ കേസിൽ ഇങ്ങനെയായിരിക്കും. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇല്ലേ, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ മെയിൻ ആയിട്ടുള്ളൊരു ലോ ഉണ്ട്. A × B + C. ഇതെന്ന് പറയുന്നത് ഏതിന്റെ കേസിലായിരിക്കും? ഈ പ്ലസ് വന്നതുകൊണ്ട് തന്നെ ഇത് ഓർ കേസ് ആയിരിക്കും. ഇത് ആൻഡ് ആവുമ്പോൾ ആദ്യം നമുക്ക് പ്ലസ് കൊടുക്കണം. ദെൻ BC. A + BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B × A + C. അപ്പോ A + BC. A + BC = A + B × A + C. ഇതും ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിലെ ഒരു ലോ ആണ്. അപ്പൊ ഇത്രയും ലോസ് ഓർത്ത് വെച്ചിരിക്കുക. അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ്, ഐഡം പൊട്ടന്റ്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ്. അതിലെ തന്നെ ഓർ കേസസും ആൻഡ് കേസസും ഓർത്തിരിക്കുക. വേറൊരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെ പറയുന്നത് A + B = A bar × B bar. അതേപോലെ A.B = A bar + B bar. ഇതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a full adder, determine the output
for the input A equal to 1, B equal to 0, carry in equal to 1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫുൾ ആഡർ ആണ്. ഫുൾ ആഡറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുൾ ആഡറിനകത്തെ ഇൻപുട്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? ആദ്യം രണ്ട് ഇൻപുട്സും പിന്നെ ഒരു ക്യാരി ഇന്നും ഉണ്ടാവും. അതേപോലെ ഔട്ട്പുട്സ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടാവും, സമ്മും ക്യാരിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഇൻപുട്സ് 1, 0, 1 ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ 1ഉം 0യും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. 1 + 1 എത്ര കിട്ടും? 0 വിത്ത് ക്യാരി 1. അപ്പൊ ഈ 0 ആയിരിക്കും സമ്മ്, ക്യാരി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സം ഈക്വൽ ടു 0 വിത്ത് ക്യാരി 1. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ബാക്കി എന്താണ് നമ്മുടെ ആഡറിന്റെ ട്രൂത്ത് ടേബിളിൽ ബാക്കി വരുന്നത് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇത് ഇത്രയാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. എ ബി സി ഇൻ സമ്മും ക്യാരി ഔട്ടും ആണ് ഔട്ട്പുട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻപുട്സ് ഏതൊക്കെയാ വരുന്നതെന്ന് നോക്കാം. ടോട്ടൽ 8 ഇൻപുട്സ് ഉണ്ടാവും. 8 ഇൻപുട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് 0 0 0 1 1 1 ഇത്രയാണ് ഇതിന്റെ 8 ഇൻപുട്സ്. ഈ 8 ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മും ക്യാരി ഉണ്ടാവും. ഇവിടെ സമ്മ് 0 ക്യാരി 0, ഇവിടെ സമ്മ് 1 ക്യാരി 0, ഇവിടെയും സമ്മ് 1 ക്യാരി 0, ഇവിടെ സമ്മ് 0 ക്യാരി 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതല്ല, 1 0 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും സമ്മ് 0 ക്യാരി 1 തന്നെയാണ്. പിന്നെ ഇവിടെ 1 0 വരും. പിന്നെ 1 1 0യുടെ കേസിൽ 0 1 വരും. പിന്നെ 1 1 1ന്റെ കേസിൽ 1 1 വരും. ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ഈ 3 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ വരുന്ന സമ്മും ക്യാരിയും കൊടുത്താൽ മതി. ഇങ്ങനെ ഒരെണ്ണം എക്സ്ട്രാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇത് 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എഴുതിയാൽ മതിയാവും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of D flip-flops required to implement a mode 6 Johnson counter. ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് നമുക്ക് ജോൺസൺ കൗണ്ടറിന്റെ ഒരു പ്രത്യേകത n ഫ്ലിപ്പ്-ഫ്ലോപ്സ് ഹാസ് 2n യൂണിക് സ്റ്റേറ്റ്. n ഫ്ലിപ്പ്-ഫ്ലോപ്സിന് 2n യൂണിക് സ്റ്റേറ്റ്സ് ഉണ്ടാവും ജോൺസൺ കൗണ്ടറിൽ. ഓക്കെ, അപ്പോൾ ജോൺസൺ കൗണ്ടറിൽ n ഫ്ലിപ്പ്-ഫ്ലോപ്പിന് 2n സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഡ് 6 ജോൺസൺ കൗണ്ടർ ആണ്. മോഡ് 6 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 6 സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2n യൂണിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാനത്താണ് 6 വരുന്നത്. ഈ n എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ 2n എന്ന് പറയുന്നത് 6 ആവുമ്പോൾ n എത്രയായിരിക്കും? 6/2, ദാറ്റ് ഈസ് 3 ആയിരിക്കും. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IC 7476. ഇത് നമ്മൾ കാണാതെ പഠിക്കുക. 7476 എന്ന് പറയുന്നത് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. 7476 എന്ന് പറയുന്നത് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. പിന്നെ ഒരു ഡീകോഡർ IC, നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടെ നോക്കാം. ഡീകോഡർ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എണ്ണം പറയാം. 3 to 8 ഡീകോഡർ എന്ന് പറയുന്നത് 74138 IC ആണ്. അതേപോലെ BCD to 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, അതായത് 4 to 7 ഡീകോഡർ എന്ന് പറയുന്നത് 7447 ആണ് IC നമ്പർ വരിക. അതേപോലെ തന്നെ നമുക്ക് ഡീകോഡർ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയുണ്ട്? സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഉണ്ട്. അതേപോലെ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഉണ്ട്. പാരലൽ ഇൻ പാരലൽ ഔട്ട് ഉണ്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഉണ്ട്. അപ്പൊ ഈ ICസും ഏതൊക്കെയാന്ന് നോക്കുക. സീരിയൽ ഇൻ സീരിയൽ ഔട്ടിൽ 74194 വരും, 74195 വരും. അതേപോലെ സീരിയൽ ഇൻ പാരലൽ ഔട്ടിൽ 74164 ആണ് വരിക. പിന്നെ പാരലൽ ഇൻ പാരലൽ ഔട്ടിൽ 74198ഉം പാരലൽ ഇൻ സീരിയൽ ഔട്ടിൽ 74165 ആണ് വരിക. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ D ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സാധാരണഗതിയിൽ വരുന്ന IC 4013 ആണ്. IC 4013. പിന്നെ ഒരു സ്പെഷ്യൽ IC ഉണ്ട്, IC 7474. അതെന്ന് പറയുന്നത് ഡ്യുവൽ D ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഡ്യുവൽ D ടൈപ്പ് ആണ് 7474. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ടു. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് എലിമിനേറ്റ് റേസ് അറൌണ്ട് കണ്ടീഷൻ ആണ്. അതായത് എന്താണ് ഈ റേസ് അറൌണ്ട് കണ്ടീഷൻ? നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മെയിൻ ആയിട്ടും ഒക്കർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് റേസ് അറൌണ്ട് കണ്ടീഷൻ. അതായത് ഔട്ട്പുട്ട് മൾട്ടിപ്പിൾ ടൈംസിൽ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു സിംഗിൾ ക്ലോക്ക് പൾസിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ട് അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്. ഇത് വരുന്നത് J = K = 1 എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യും. മാസ്റ്റർ സ്ലേവിനകത്ത് 2 സെക്ഷൻ ഉണ്ടാവും, മാസ്റ്റർ സെക്ഷനും അതേപോലെ സ്ലേവ് സെക്ഷനും. മാസ്റ്റർ സെക്ഷനിൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കുന്ന കണ്ടീഷനിൽ മാസ്റ്റർ സെഷൻ ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസിൽ ഒരു ടോഗിൾ കണ്ടീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ക്ലോക്ക് ലോ ആയിരിക്കുന്ന ടൈമിൽ മാസ്റ്റർ ഇനാക്റ്റീവ് ആയിരുന്നിട്ട് സ്ലേവ് ആക്റ്റീവ് ആവും. അങ്ങനെ ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് ഒരേ ഒരു ഔട്ട്പുട്ട് ടോഗിൾ കണ്ടീഷനായി കിട്ടും. ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ടോഗിൾ കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാവാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എലിമിനേറ്റ് റേസ് അറൌണ്ട് കണ്ടീഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സെലക്ട് ലൈൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ എ മൾട്ടിപ്ലെക്സർ വിത്ത് 2048 ഇൻപുട്സ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2048 to 1 മൾട്ടിപ്ലക്സർ ആണ്. ഇൻപുട്സ് എന്ന് പറയുന്നത് 2048ഉം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മക്സിന്റെ ഔട്ട്പുട്ട് എപ്പോഴും 1 ആയിരിക്കും. 2n ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സറിന്റെ കേസിൽ. അങ്ങനെ വരുമ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സെലക്ട് ലൈൻ ആണ്. ഇവിടെ നമുക്കറിയാം 210 എന്ന് പറഞ്ഞാൽ എന്താണ്? 1024 ആണ്. അപ്പൊ 211 എന്തായിരിക്കും? 1024 into 2. അപ്പോൾ 211 എന്ന് പറയുന്നത് 2048. ഓക്കെ, അപ്പൊ ഇവിടെ 11 ആണ് എന്നിന്റെ സ്ഥാനത്ത് വരിക. സോ n ഈസ് ദ നമ്പർ ഓഫ് സെലക്ട് ലൈൻ. ഇവിടെ ഓപ്ഷൻ C 11 എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേറ്റ ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം ടെമ്പറൽ കോഡ് ടു സ്പെഷ്യൽ കോഡ് യൂസിങ്. ഇവിടെ ടെമ്പറൽ കോഡ് ടു സ്പെഷ്യൽ കോഡ് എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം ടെമ്പറൽ കോഡ് ടു സ്പെഷ്യൽ കോഡ് ബൈ യൂസിങ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലെക്സേഴ്സ്, കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് ആൻസർ വരിക. ഇവിടെ പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഏത് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണ്. ഇവിടെ എങ്ങനെയാ വരിക? ഇൻപുട്ട് സീരിയൽ ആയിട്ടും ഔട്ട്പുട്ട് പാരലൽ ആയിട്ടും വരിക. ഇവിടെ ടെമ്പറൽ കോഡ് എന്ന് പറയുമ്പോൾ അതൊരു സീരിയൽ ഇൻപുട്ട് ആണ്. സീരിയൽ ഇൻപുട്ട് ആണ്. ഇവിടെ ഡേറ്റ റെപ്രസെന്റഡ് ഇൻ ഓവർ ടൈം ആണ്. ഓവർ ടൈം. അതുകൊണ്ട് തന്നെ ഡേറ്റ റെപ്രസെന്റഡ് ആസ് ഓവർ ടൈം. ഓവർ ടൈം എന്ന് പറയുന്നത് സീരിയൽ ഇൻപുട്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഡേറ്റ റെപ്രസെന്റഡ് അറ്റ് ദ ഔട്ട്പുട്ട് ആസ് എന്തായിരിക്കും? ഓവർ സ്പേസ് ആയിരിക്കും. ഔട്ട്പുട്ടിലെ ഡേറ്റ എന്ന് പറയുന്നത് ഓവർ സ്പേസ് ആയിരിക്കും. അത് പാരലൽ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓവർ ടൈം ആണ് സീരിയൽ. ഓവർ ടൈം എന്ന് പറയുന്നത് ടെമ്പറൽ ആണ്. ടെമ്പറൽ കോഡ് ഓവർ ടൈം ആണ്. അപ്പോൾ TT എന്ന് ഓർത്തിരുന്നാൽ മതി. ഓവർ ടൈം എന്ന് പറയുന്നത് ടെമ്പറൽ കോഡാണ്. അത് സീരിയൽ ഇൻപുട്ട് ആയിരിക്കും. ഓവർ സ്പേസ് എന്നാണെന്നുണ്ടെങ്കിൽ പാരലൽ ആയിരിക്കും. അതെന്തായിരിക്കും? സ്പെഷ്യൽ കോഡ് എന്ന് പറയുന്നത് ഓവർ സ്പേസ് ആയിരിക്കും, ദെൻ പാരലൽ ആയിരിക്കും. സോ ഇവിടെ സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ B is the right answer. Moving on to next question. The minimum number of 2 input NAND gates required to realize a half subtractor. അത് ഓപ്ഷൻ B ആണ് വരിക. 5 ആണ് ആൻസർ വരിക. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം നാൻഡ് ഗേറ്റും അതുപോലെ തന്നെ നോർ ഗേറ്റും നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഈ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഗേറ്റ്സിനെയും പല സർക്യൂട്ട്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാഫ് സബ്ട്രാക്ടറിന്റെ കാര്യമാണ്. മറ്റ് ഗേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ കാര്യം ചോദിക്കുമ്പോഴും നമ്മൾ നാൻഡ് നോർ എത്ര എണ്ണം വീതം യൂസ് ചെയ്യണം എന്ന് പഠിച്ചിരിക്കണം. അത് നമുക്കൊരു ടേബിൾ വൈസ് പഠിക്കാൻ പറ്റും. നോട്ട് ഗേറ്റ് ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം, നമ്പർ ഓഫ് നോർ ഗേറ്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ഒരു നോട്ട് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു നാൻഡ് ഗേറ്റും ഒരു നോർ ഗേറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ഗേറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ നാൻഡ് ഗേറ്റ് ആണെങ്കിൽ 2 നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോർ ഗേറ്റ് ആണെങ്കിൽ 3 എണ്ണമാണ് യൂസ് ചെയ്യേണ്ടത്. ഓർ ഗേറ്റ് ആവുമ്പോൾ ഇത് നേരെ തിരിച്ചു വരും. 3 നാൻഡും
2 നോറും വരും. അതേപോലെ എക്സോർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 നാൻഡും 5 നോറും ആണ് വേണ്ടത്. അതേപോലെ എക്സ് നോർ കേസ് ആണെങ്കിൽ 5 നാൻഡും 4 നോറും ആണ് വേണ്ടത്. പിന്നെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് നാൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓൺലി 1 മതിയാവും. അതേപോലെ ഇവിടെ ആണെങ്കിൽ 4 എണ്ണം വേണ്ടി വരും. നോർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നാൻഡ് 4 എണ്ണവും നോറ് തന്നെ ആയതുകൊണ്ട് 1 തന്നെ മതിയാവും. അത് കഴിഞ്ഞതിന് ശേഷം ഹാഫ് ആഡർ ആൻഡ് ഹാഫ് സബ്ട്രാക്ടർ. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹാഫ് ആഡേഴ്സും ഹാഫ് സബ്ട്രാക്ടേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യാൻ 5 നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 5 നോർ ഗേറ്റ് തന്നെ വേണ്ടത്. ഇത് ഫുൾ ആഡർ ഫുൾ സബ്ട്രാക്ടർ ആവുമ്പോൾ 9 നാൻഡ് ഗേറ്റ്സ് ആൻഡ് 9 നോർ ഗേറ്റ്സ് ആണ് വേണ്ടത്. ഇതും ഓർത്ത് വെച്ചിരിക്കുക. ഫുൾ ആഡറും ഫുൾ സബ്ട്രാക്ട് ആയാലും 9 നാൻഡ് 9 നോർ. ഇവിടെ ഫുൾ ആഡറും ഫുൾ സബ്ട്രാക്ടറും ഹാഫ് ആഡറും ഹാഫ് സബ്ട്രാക്ടറും ആകുമ്പോൾ 5 നമ്പേഴ്സ് ആണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി is the right answer. Next question. A 2-bit parallel counter and 3-bit Johnson counters are cascaded. The modulus of the cascaded configuration is. നമ്മുടെ മോഡുലസ് എന്ന് പറയുന്നത് മോഡ് n ഉള്ളൊരു കൗണ്ടർ ഉണ്ട്. അതേപോലെ മോഡ് m ഉള്ളൊരു കൗണ്ടർ ഉണ്ട്. രണ്ടും കൂടെ കാസ്കേഡ് ചെയ്താൽ റിസൾട്ടന്റ് ആയിട്ട് വരുന്നതിന് മോഡ് n ഇൻറ്റു m ആയിരിക്കും അതിന്റെ മോഡ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ഒരു ഫാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ 2-ബിറ്റ് പാരലൽ കൗണ്ടർ. 2 ബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡ് എത്രയായിരിക്കും? 2 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n ആയിരിക്കും. അപ്പോൾ n ആണ് ബിറ്റ് എന്ന് പറയുന്നത്. സോ 2 4 ആയിരിക്കും. മോഡ് 4 ആയിരിക്കും ഇവിടുത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താണ്? ജോൺസൺ കൗണ്ടർ ആണ്. ജോൺസൺ കൗണ്ടറിൽ സ്റ്റേറ്റ്സ് വരുന്നത് 2n ആയിരിക്കും. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ 2 ഇൻറ്റു 3 6 ആയിരിക്കും ഇവിടുത്തെ മോഡ് വരുന്നത്. അപ്പൊ ഇതൊരു മോഡ് 4ഉം ഇതൊരു മോഡ് 6ഉം ആണ്. അപ്പൊ കാസ്കേഡ് ചെയ്താൽ 4 ഇൻറ്റു 6 ഈക്വൽ ടു 24 ആണ് ആൻസർ വരിക. ഓക്കെ, മോഡ് 24 ആയിട്ടായിരിക്കും വരിക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many inputs and outputs does a full adder circuit here? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫുൾ ആഡറിന് ഒരു അഡീഷൻ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു എ ഒരു ബി അതിന്റെ കൂടെ ഒരു ക്യാരി ഇൻപുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ഔട്ട്പുട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഔട്ട്പുട്ട്സ് എന്തൊക്കെയായിരിക്കും? സമ്മും ഉണ്ടാവും, ക്യാരി ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് 3 ഇൻപുട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഹൗ മെനി ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്? 3 ഇൻപുട്ട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട് ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഡിപ്പെൻഡ്സ്. ഇൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട് നമുക്ക് 2 സർക്യൂട്ട്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? കോമ്പിനേഷണലും ഉണ്ട്, സീക്വൻഷ്യലും ഉണ്ട്. ഇതിൽ സീക്വൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഓപ്ഷൻ വരിക? ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട്സ് ആസ് വെൽ ആസ് പ്രസന്റ് ഇൻപുട്ട്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. പക്ഷേ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ ഓൺലി ഡിപ്പെൻഡ് ഓൺ എന്തായിരിക്കും? പ്രസന്റ് ഇൻപുട്ട്. ഇവിടെ പക്ഷേ പ്രസന്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇവിടെ മെമ്മറി ഉണ്ടാവും, ക്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ മെമ്മറി ഇല്ല, ക്ലോക്സും ഉണ്ടാവില്ല. അതേപോലെ ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കോമ്പിനേഷണൽ എക്സാമ്പിൾ ആണ് ഹാഫ് ആഡർ, അതേപോലെ ഫുൾ ആഡർ, മൾട്ടിപ്ലെക്സേഴ്സ്, അതൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും, കൗണ്ടർ ഉണ്ടാവും, രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ക്ലോക്കും നമ്മുടെ മെമ്മറി ഒക്കെ യൂസ് ചെയ്യുന്നത് അതിനല്ലേ. അപ്പൊ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഉണ്ടാവും, ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവൂ. ഇതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇതാണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇതിനെ നമുക്ക് ഒരു മെമ്മറി കണക്ട് ചെയ്താൽ, ഒരു ഫീഡ്ബാക്ക് ആയിട്ട് ഒരു മെമ്മറി കണക്ട് ചെയ്താൽ എന്താക്കി എടുക്കാൻ പറ്റും? ഇത് ഒരു സീക്വൻഷ്യലായി മാറും. കോമ്പിനേഷനിൽ ഒരു മെമ്മറി
നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആയിട്ട് മാറും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഓഫ് എനി സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട്സ് ആസ് വെൽ ആസ് പ്രസന്റ് ഇൻപുട്സ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click focus on what really matters.